Judges, please note, let us see on the days. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، قال رسول الله صلى الله عليه وسلم: من حج هذا البيت فلم يرفث ولم يفسق رجع كما ولدته أمه. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വിധികർത്താക്കൾ, അതുപോലെ മുമ്പിലിരിക്കുന്ന സ്നേഹനിധികളായ മുതഅല്ലിമീങ്ങളെ, വിശാലമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഈ ചുരുങ്ങിയ വേളയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നമുക്കറിയാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ഹജ്ജ്, ഉംറ എന്നുള്ളത്. ഹജ്ജിന്റെയും ഉംറയുടെയും ഫളീലത്തുകൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരുപാട് ഹദീസിലൂടെ നമുക്ക് വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഈ ഹജ്ജിലേക്ക് ഫുഖഹാക്കൾ ധാരാളം ഫർളുകളും വാജിബാത്തുകളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഇഹ്റാം കെട്ടുക എന്നുള്ളത്. എന്താണ് ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാല്? ചില ആൾക്കാർ വിചാരിച്ചത് എന്തെങ്കിലും ഒരു കയറെടുത്ത് കെട്ടുക എന്നാണ് ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാല്. അങ്ങനെയല്ല. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാല് ഹജ്ജിനിക്കും ഉംറക്കും പോകുന്നതായ ഒരു വ്യക്തി തന്റെ മീഖാത്ത് കഴിഞ്ഞു കിടക്കുന്നതിന് മുമ്പായിട്ട്, ഫിഖ്ഹിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഹില്ലിൽ വെച്ചുകൊണ്ട് ഹജ്ജിനെയോ അല്ലെങ്കിൽ ഉംറനെയോ കരുതൽ, അത്രമാത്രമാണ് ഇഹ്റാം എന്ന് പറഞ്ഞാല്. ഇങ്ങനെ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ സാഹചര്യം നോക്കിയാൽ, നമ്മളിപ്പോ മംഗലാപുരത്തുനിന്നോ അല്ലെങ്കിൽ കരിപ്പൂർന്നോ എയർപോർട്ടിൽ നിന്നും അവിടെ നിന്നാണല്ലോ ഇപ്പൊ ഇഹ്റാം കെട്ടല്. അപ്പോ അവിടെ നിന്ന് ഇഹ്റാം കെട്ടിക്കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞാല് ഇഹ്റാമിലേക്ക് പ്രവേശിച്ചതായ ഈ വ്യക്തിക്ക് ഇഹ്റാമിലാണ് എന്ന നിലക്ക് ഒരുപാട് കാര്യങ്ങൾ നിഷിദ്ധമാക്കപ്പെടുന്നുണ്ട് ഫുഖഹാക്കള്. മക്കത്തേക്കും മദീനത്തേക്കല്ലേ പോകുന്നത്, ഇനി പെണ്ണിനൊന്നും നോക്കാൻ പറ്റില്ലല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. അത് നേരത്തെ നമുക്ക് ഹറാമാക്കപ്പെട്ട കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളല്ല. നേരത്തെ നമ്മുടെ ജീവിതത്തിൽ ഹലാലാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഇഹ്റാമിലേക്ക് പ്രവേശിച്ചു എന്ന കാരണം കൊണ്ട് എന്താകുന്നുണ്ട്? ഹറാമാകുന്നുണ്ട്. അപ്പോ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ട്, കൂടെ അമീർ ഉണ്ടല്ലോ, അപ്പൊ നമ്മളങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചില ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, അമീർ കൂടെ ഉണ്ടായാല് നമുക്ക് എന്ത് പറ്റും? അദ്ദേഹം ദിക്റൊക്കെ പറഞ്ഞുതരും, അതുപോലെ തവാഫൊക്കെ ചെയ്യേണ്ട രൂപം പറഞ്ഞുതരും. പക്ഷെ ഹറാമ് സംഭവിക്കുന്നത്, തെറ്റ് സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുള്ള വ്യക്തി ഞാനാണല്ലോ. അപ്പൊ എന്നിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ വരാതിരിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഞാനാണ്. അപ്പോ നാം ഓരോരുത്തരും നല്ല നിലക്ക് മനസ്സിലാക്കണം ഏതൊക്കെ കാര്യങ്ങളാണ് ഇഹ്റാം കൊണ്ട് ഹറാമാകുന്നത്. നമുക്കിനി വിഷയത്തിലേക്ക് കടക്കാം. യഹ്റുമു ബിൽ ഇഹ്റാമി ഉമൂർ. ഇഹ്റാം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഹറാമാകുന്നുണ്ട്. ഫുഖഹാക്കൾ ഇതിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, പുരുഷന്മാർക്ക് മാത്രം ഹറാമാകുന്നത്. മറ്റൊന്ന്, സ്ത്രീകൾക്ക് മാത്രം ഹറാമാകുന്നത്. മറ്റൊന്ന്, പുരുഷനും ഹറാമാകും സ്ത്രീക്കും ഒരുപോലെ ഹറാമാകുന്നത്. ഇങ്ങനെ 3 രൂപത്തിലായിട്ട് ഫുഖഹാക്കൾ ഇതിനെ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഏതൊക്കെയാണ് പുരുഷന്മാർക്ക് പ്രത്യേകമായി ഹറാമാകുന്ന കാര്യങ്ങൾ നോക്കാം. ഒന്നാമത്തത് ലുബ്സു മുഹീത്തിൻ, ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ധരിക്കല്. അത് നെയ്തതാവട്ടെ, തുന്നിയതാവട്ടെ, അല്ലെങ്കിൽ ബട്ടൺസ് കൊണ്ടിടുന്നതോ പശയിൽ പറ്റിച്ചതോ ഏത് വസ്ത്രമാണെങ്കിലും ചുറ്റി തുന്നപ്പെട്ട വസ്ത്രം ധരിക്കൽ എന്താണ്? അത് പുരുഷന്മാർക്ക് ഹറാമാണ്. അത് ശരീരം മുഴുവനും മറച്ചാലും പകുതി ഭാഗം മറച്ചാലും ഹറാമ് തന്നെയാണ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുവരുന്നത്? സാധാരണ നിലക്കൊരു മുണ്ടും അതുപോലെ ഒരു മേൽമുണ്ടിട്ടാണ് പുരുഷന്മാർ ഇപ്പോ ഹജ്ജിനും ഉംറക്കൊക്കെ നമുക്ക് കാണാറുള്ളത്. അതിന് പുറമെ അടിവസ്ത്രമായാലും ബനിയനായാലും ഷർട്ടായാലും പാന്റായാലും ഒക്കെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഹറാമാണ്. എന്നാൽ പുരുഷന്മാർക്ക് അവന്റെ തുണിയിൽ അരപ്പട്ട, ഈ വയസ്സന്മാർക്ക് ഇട്ടിട്ട് കാണൂലേ പൈസക്ക് ഇടാൻ വേണ്ടിട്ട് അരപ്പട്ട, അതോ അല്ലെങ്കിൽ നമ്മളെ പോലത്തെ ആൾക്കാരിടുന്ന ഈ ബെൽറ്റ്, അതൊക്കെ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. അതുപോലെ വാച്ച്, മോതിരം, ഇത് ഉപയോഗിക്കുന്ന എന്താക്കിയിട്ടില്ല, ശറഅ് എതിർത്തിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കൽ എന്തില്ല, അത് പ്രശ്നമില്ല. ഇനി രണ്ടാമത്തത്, പുരുഷൻ തലയിൽ നിന്നും അല്പം മറക്കൽ.
പുരുഷന്മാർ ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ പിന്നെ തല മറക്കാൻ പാടില്ല എന്ന് കരുതി ഞാനിപ്പോ ഹജ്ജിന് ഇങ്ങനെ പോയിട്ട് മക്കത്തോട് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു വയസ്സായ കാക്ക വന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ ഈ ചാക്കൊന്ന് പുറത്തു തരോ, ഞങ്ങൾക്ക് എടുത്തോണ്ട് പോകാൻ പറ്റുന്നില്ല, സുഖമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ ചാക്കെടുത്ത് തലയിൽ വെച്ചു. സുബ്ഹാനല്ലാഹ്, തല മറിഞ്ഞില്ലേ? അത് കുഴപ്പമില്ല. കാരണം എന്താ, തലമറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെ എന്താണ് തല മറക്കുമ്പോഴാണ് എന്ത് ഈ കുഴപ്പം വരുന്നത്. അല്ലാതെ മറ്റു കാരണങ്ങളെ കൊണ്ട് ഇപ്പൊ ഒരാള് പിന്നെ തലക്കെട്ട് നിലത്തി വിരിച്ച് അതിൽ തല വെച്ച് കിടന്ന് അപ്പൊ തലമറിയല്ലോ, അത് കുഴപ്പമില്ല. അത് തലമറക്കാൻ വേണ്ടി വെച്ചതല്ല. അപ്പൊ തലമറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുമ്പോഴാണ് എന്ത് ഈ കുഴപ്പം വരുന്നത്. അതുപോലെ ഇപ്പോ നാട്ടിലൊക്കെ നല്ല സൂഫിയായിട്ട് നടക്കുന്ന ആൾക്കാർ ചിലപ്പോ എന്താവും, ഹറമിലേക്ക് എത്തിയിട്ടാകുമ്പോഴത്തേക്ക് ആ മസ്ജിദിൽ ഹറമല്ല കാണുമ്പോഴത്തേക്ക് വല്ലാത്ത ഇഖ്ലാസിൽ ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടിട്ട് എന്താ ഓടിപ്പോവും. അപ്പൊ നാട്ടിൽ നിന്ന് തൊപ്പി വെച്ച് നിസ്കരിക്കലല്ലേ, ആ ചിന്തയിൽ ചിലപ്പോ എന്താവും ഓനടുത്ത് തൊപ്പി വെച്ച് നിസ്കരിച്ചിട്ടുണ്ടാവും. പിന്നെ സലാം വീട്ടിൽ കഴിയുമ്പോൾ അവനക്ക് ഓർമ്മ വരുന്ന, പഠിച്ചോനെ ഇഹ്റാമിലായി പോയിരുന്നല്ലോ. അതും കുഴപ്പമില്ല. കാരണം എന്താ, അത് അറിയാതെ ചെയ്തു പോയതാ. ഇനി ഫിദിയ വരോ ഇല്ലേ എന്നുള്ള നമുക്ക് വേറെ ചർച്ച. അത് ഏതൊക്കെ ഹറാമാകുന്നേ നമുക്ക് നോക്കാം. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ പുരുഷന്മാർ എന്ത് ചെയ്യണം, ഈ 2 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി സ്ത്രീകൾക്ക് മാത്രം പ്രത്യേകമായിട്ട് 2 കാര്യങ്ങൾ ഹറാമാകുന്നുണ്ട്. ഒന്ന് സ്ത്രീകൾക്ക് ഹറാമാകുന്ന ഒന്ന് മുഖത്തിൽ നിന്നും അല്പം മറക്കല്. പെണ്ണുങ്ങൾ എന്താ പറ്റൂല, മുഖം മറക്കാൻ പറ്റൂല എന്ന് കരുതി തുമ്മുമ്പോഴത്തേക്ക് ഇങ്ങനെ ടവലുകൊണ്ട് പിടിച്ചോയി സാധാരണ നമ്മൾ പിടിക്കൂലേ, അത് കുഴപ്പമില്ല. അങ്ങനെയല്ല, മുഖം മറക്കാൻ പാടില്ല എന്നാ പറഞ്ഞത്. അതുപോലെ കയ്യുറ ധരിക്കല്, അതും സ്ത്രീകൾക്ക് ഹറാമാണ്. ഒരുപാട് ചർച്ചകൾ ഉണ്ട് ഇവിടെ, സമയമില്ലാത്തതുകൊണ്ട് വേഗം വേഗം പറഞ്ഞു പോകുന്നതാണ്. കയ്യുറ ധരിക്കുക എന്ന് പറഞ്ഞാല് പിന്നെ കൈ മറഞ്ഞാൽ കുഴപ്പമില്ല. പെണ്ണുങ്ങൾ ചിലപ്പോ പർദ്ദ ഇട്ടിട്ടുണ്ടാകുമ്പോ പോക്കറ്റിലേക്കല്ല ചിലപ്പോ കൈയിടും, അപ്പൊ കൈ മറയും, അത് കുഴപ്പമില്ല. കയ്യുറ ധരിക്കാൻ പാടില്ല എന്ന് എന്തുള്ളൂ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഈ 4 കാര്യങ്ങൾ, 2 പുരുഷന് മാത്രം ഹറാമാകുന്നത്, 2 സ്ത്രീകൾക്ക് മാത്രം ഹറാമാകുന്നത്. ഇനി പറയാൻ പോകുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഹറാമാകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടി നമുക്ക് ചർച്ച ചെയ്യാം. അതിൽ ഒന്നാമത്തതാണ് ജിമാ എന്നുള്ളത്, ബന്ധപ്പെടല്. വല്ലാത്ത ഹറാമായ ഒരു കാര്യമാണ് ജിമാ എന്നുള്ളത്. ഈ ജിമാ കാരണത്താൽ ഹജ്ജ് തന്നെ ബാത്തിലായി പോകും. ബാത്തിലാകും എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തിവെക്കാൻ പറ്റൂല. ഹജ്ജ് ബാക്കി കർമ്മം പൂർത്തീകരിക്കുകയും വേണം, അതിന് പ്രായച്ചിത്തമായി കൊണ്ട് ഒരു ഒട്ടകത്തെ അറുക്കുകയും വേണം, തൊട്ടടുത്ത വർഷത്തിലായി തന്നെ ഈ ഹജ്ജിനെ ഖളാ വീട്ടും വേണം. അത്രത്തോളം ഗൗരവമുള്ള വിഷയമാണ് ജിമാ എന്നുള്ളത്. ചോദിക്കണ്ട ഹറമിൽ പോയിട്ട് എങ്ങനെയാ ജിമാ ചെയ്യുന്നേ, അങ്ങനൊക്കെ രൂപമുണ്ടാവും. എങ്ങനെ, ഒരുത്തനിപ്പോ കുറെ കാലമായി ഗൾഫിൽ കല്യാണം കഴിഞ്ഞിട്ട് പോയതാ, ഭാര്യയാണെങ്കിൽ നാട്ടിൽ ഒരുപാട് കാലം ഗൾഫിലായി. അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു, എനിക്ക് ആ ഒരു വിസ അയച്ചിട്ടുണ്ട്, നമുക്കൊന്ന് ഉംറയ്ക്ക് ഹജ്ജിന് പോകാനായിട്ട് എന്താക്കി, ഓളെ ക്ഷണിച്ച് ഇങ്ങോട്ടേക്ക്. അങ്ങനെ ഓള് നാട്ടിൽ നിന്ന് ഹജ്ജ് ചെയ്യാൻ വേണ്ടി മക്കത്തേക്ക് വന്നു. അപ്പോ പുതിയാപ്പിള എത്രയോ കാലം കഴിഞ്ഞിട്ട് കാണുന്നല്ലേ, കാണുമ്പോഴത്തേക്ക് അതിൻ്റെതായ ആ ഒരു എന്തെങ്കിലും വെപ്രാളത്തിൽ എന്തെങ്കിലും ചെയ്തു പോയി. അങ്ങനെ സംഭവിക്കാലോ, അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അത് പിന്നെ വളരെ നിഷിദ്ധമായ ഹറാമ് തന്നെയാണ്, വല്ലാത്ത പ്രായച്ചിത്തമാണ് അതെനിക്കുള്ളത്. അതുപോലെ വികാരത്തോടു കൂടിയുള്ള ദർശന സ്പർശന ചുംബനങ്ങളൊന്നും പാടില്ല. ഇതൊക്കെ ജിമായിലേക്ക് മുന്നൊരുക്കമായിട്ടുള്ള കാര്യങ്ങളാണ്. ദർശന സ്പർശന ചുംബനങ്ങളൊന്നും പാടില്ല. അപ്പോ ഭാര്യക്ക് സുഖമില്ല, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് കൈ പിടിച്ച്, അത് കുഴപ്പമില്ല. വികാരത്തോടു കൂടി പാടില്ല എന്നേ ഫുഖഹാക്കൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി 2ാമത്തെ കാര്യം, ശരീരത്തിലെ രോമം നഖങ്ങളൊക്കെ നീക്കല്. അത് ഇഹ്റാമിനിക്ക് മുമ്പ് നീക്കൽ എന്താണ്, അത് സുന്നത്തായിട്ട് ഫുഖഹാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഹ്റാമിന് മുമ്പ് നീക്കിയിട്ടാന്ന് പറഞ്ഞ് പഠിച്ചോനെ നേരത്തെ നീക്കാൻ മറന്നോയല്ലോ, ഇനി അത് പറ്റൂല, ആ വാതിലടിഞ്ഞ് ഇനി നീക്കാൻ പറ്റില്ല. ഇനിയിപ്പോ പെണ്ണുങ്ങൾക്ക് ഒരു പരാതി ഉണ്ടാവും, എന്ത് ഉസ്താദെ ഈ കുളിക്കുമ്പോ മുടി പോവാണ്ടിക്കോ, ഏതെങ്കിലും ഒരു പെണ്ണ് കുളിക്കുമ്പോ മുടി നീങ്ങാണ്ടിക്കോ, നീങ്ങിക്കോട്ട്, പക്ഷെ നീക്കാൻ നിക്കണ്ടെന്നാ പറഞ്ഞത്. നീങ്ങിപ്പോയാ കുഴപ്പമില്ല, നീക്കാൻ നിക്കണ്ട, അത്ര മനസ്സിലാക്കിയാൽ മതി. അതുപോലെ ചില ആൾക്കാർ സംസാരിക്കുമ്പോ ഇങ്ങനെ വായിൽ പറഞ്ഞിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അറിയാണ്ട് പല്ലൊന്ന് കടിച്ചിട്ട് നഖമൊന്ന് അളകിപ്പോയി, പ്രശ്നമില്ല, ഫിദിയ വരുമെന്ന് വേറെ ചർച്ച കേട്ടോ. പക്ഷെ ഇതെന്തില്ല, ഹറാം കിട്ടൂല, കാരണം അത് അബദ്ധത്തിൽ സംഭവിച്ചതാണ്. അപ്പൊ ഇത് നമ്മൾ എന്താക്കുക, നല്ല നിലയ്ക്ക് മനസ്സിലാക്കുക. 3ാമത്തതാണ് തലക്കോ താടിക്ക് എന്താക്കല്, എണ്ണ തേക്കല്. എണ്ണ തേക്കാൻ പാടില്ല തലക്കും താടിക്കും. അപ്പോ ഇപ്പൊ മക്കത്തോടൊക്കെ നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പോ പോകുന്ന വയ്ക്ക് നെയ്യപ്പല്ല് കിട്ടും, അല്ലെങ്കിൽ കുറെ ആദ്യമായിട്ട് ഹജ്ജിനൊക്കെ പോകുന്ന ആൾക്കാർ പാടത്ത് നല്ല നല്ല ഒട്ടകത്തിന്റെ പൊരിച്ച ഫ്രൈയല് കിട്ടുമ്പോ അടിച്ച് വലിച്ച് കടിച്ച് തിന്നുമ്പോഴത്തേക്ക് ഈ എണ്ണയൊക്കെ താടിയിലും മീസലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ഫുഖഹാക്കൾ പ്രത്യേകം സൂക്ഷിക്കണമെന്ന് പറഞ്ഞൊരു കാര്യമാണിത്. അപ്പൊ താടിയിലും മീസലൊക്കെ എന്താവും, എണ്ണയാവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ഹറാമാണ്, ഇഹ്റാമിൽ സംഭവിച്ച ഒരു ഹറാമാണത്. അപ്പൊ അത് വളരെ നല്ല നിലക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ്. ഇനി 4ാമത്തതാണ് സുഗന്ധം ഉപയോഗിക്കല്.
സുഗന്ധം ഉപയോഗിക്കൽ അഥവാ അത് ശരീരത്തിലും ഉപയോഗിച്ചാൽ ഹറാമാണ്, വസ്ത്രത്തിൽ ഉപയോഗിക്കലൊക്കെ എന്താണ്, ഹറാമ് തന്നെയാണ്. എന്നാൽ ഇഹ്റാമിന് മുമ്പ് എന്തുണ്ട്, സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം സുന്നത്താണ്. ഇവിടെയാണ് നമ്മൾ സോപ്പ് ഉപയോഗത്തിന്റെ ചർച്ച മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ സോപ്പൊക്കെ എല്ലാം സുഗന്ധമുള്ള വസ്തുക്കളാണല്ലോ. അപ്പൊ പെണ്ണുങ്ങളെല്ലാം പറയും സോപ്പ് ഇടാതെ എങ്ങനെ ഉസ്താദെ കുളിക്കല്, ഓരൊരു വാജിബായ കാര്യം പോലെ കാണുന്നത് സോപ്പിനെ കുളിക്കുമ്പോ. ഞമ്മക്ക് പിന്നെ അങ്ങനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഞമ്മനിപ്പോ ആരാന്റെ സോപ്പ് കിട്ടിയാലോടും ഇല്ലെങ്കിൽ വെള്ളയിച്ചു വരും, അത്രേ ഉള്ളൂ. അപ്പൊ ഞമ്മ അത് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ടെൻഷൻ ഇല്ല. അപ്പൊ പെണ്ണുങ്ങൾക്ക് ആ വലിയ ടെൻഷൻ എന്ത്, സോപ്പ് ഇടാണ്ട് ഇങ്ങനെ ഉസ്താദെ കുളിക്കുന്നത്, എന്നാ കുളിക്കണ്ട, അത്രേ പറയാനുള്ളൂ. അപ്പൊ സുഗന്ധം ഉണ്ടോ എന്നാ കുഴപ്പം തന്നെ. മറ്റൊന്നാണ് എന്ത്, പിന്നെ അത്തറിന്റെ കുപ്പി കീസിലിട്ട കുഴപ്പാവും, സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നാ പറഞ്ഞേ. പിന്നെ ഒരാള് അത്തർ എന്ത് ചെയ്തു, പോക്കറ്റിലിട്ടു, അപ്പൊ ആ കുപ്പിന്ന് എന്തെങ്കിലും മണം വന്നു, അത് പ്രശ്നമില്ലാന്ന് ഫുഖഹാക്കൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, അത് ഇവന് സുഗന്ധം ഓരോന്നിനും അതിൻ്റെതായ രൂപമുണ്ട് ഉപയോഗിക്കണ്ട. ഇപ്പോ അത്തറൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് പുരട്ടേണ്ട വസ്തുവാണ്. അപ്പോ അത് ആ രൂപത്തിൽ ഉപയോഗിച്ചാലേ ഹറാമാവുള്ളൂ. അതല്ലാതെ അത് കീസിലിട്ട് നടക്കുമ്പോ ആ കുപ്പീന്ന് മണം വന്ന് എന്നതുകൊണ്ട് എന്തില്ല, അവിടെ ഹറാമ് ലഭിക്കൂല. അഞ്ചാമത്തതാണ് ഇസ്തിംനാ, അഥവാ കൈകൊണ്ട് സുഖമെടുക്കൽ. അപ്പൊ ചോദിക്കണ്ട, അത് ഇഹ്റാമിനേക്കാൾ മുമ്പ് തന്നെ ഹറാമല്ലേ? അത് പറഞ്ഞത് ഭാര്യയുടെ കൈകൊണ്ട് സുഖമെടുക്കുന്ന വിഷയമാണ് പറഞ്ഞത്. ഇഹ്റാമിന് മുമ്പ് എന്താണ്, ഭാര്യയുടെ കൈകൊണ്ട് സുഖമെടുപ്പിക്കുക എന്നുള്ളത് ഭർത്താവിനിക്ക് ഹലാലാണ്. ആ വിഷയം എന്താണ്, ഇഹ്റാമിനിക്ക് ശേഷം എന്താകും, ഈ വ്യക്തിക്ക് ഹറാമാകുന്നതാണ്. ഇനി ആറാമത്തതാണ് നിക്കാഹ് എന്നുള്ളത്. ഇഹ്റാമിലായിരിക്കെ ഒരു പെണ്ണിനെ നിക്കാഹ് കഴിക്കലും ഭർത്താവ് കെട്ടലും അതുപോലെ ആടെ ഉപ്പ കെട്ടിച്ചൊടുക്കൽ, ആ വിഷയങ്ങളൊന്നല്ല, അത് പാടുള്ളതല്ല. അത് കോലെങ്ങനെയെന്ന് ചോദിക്കാക്കണ്ട, ആടെ മക്കത്ത് പോയിട്ട് ആരെങ്കോ പിന്നെ പിന്നെ നിക്കാഹ് ചെയ്യിക്കോ അങ്ങനെ ആരും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോ ഒരാൾ എന്ത് ചെയ്തു, മക്കത്തേക്ക് പോയി ഉംറ ചെയ്യാൻ വേണ്ടിട്ടാ പോയത്, അങ്ങനെ ഇഹ്റാമെല്ലാം കെട്ടിയിട്ട് ജിദ്ദയിൽ ഇറങ്ങിയ സമയത്ത് എന്തോ നാട്ടിലെന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ കുഴപ്പം കാരണത്താൽ അവിടുത്തെ പട്ടാളക്കാർ എന്ത് ചെയ്തു, ഇവനെ മടക്കി വെച്ചു നാട്ടിലേക്ക് തന്നെ, ഉംറ ചെയ്യാൻ അവസരം കൊടുത്തിട്ടാ. പക്ഷെ ഇവൻ ഇഹ്റാമിലാണല്ലോ ഉള്ളത്. അപ്പൊ ഇഹ്റാമിലായിരിക്കെ ജിദ്ദയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് എന്തായില്ല, അവനിക്ക് പിന്നെ ഹജ്ജോ ഉംറയോ ചെയ്യാൻ പറ്റാതെ തന്നെ അവിടെ എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് എന്ത് ചെയ്തു, അടുത്ത പട്ടാൾക്കാർ തിരിച്ചയച്ചു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇവനിക്ക് ഈ ബോധമൊന്നുമില്ല. ആ നിലക്ക് അവൻ എന്ത് ചെയ്തു, നല്ലൊരു പെണ്ണിനെ നോക്കി ഉപ്പാടെല്ലാം പറഞ്ഞ് സെറ്റാക്കി എന്താക്കി നല്ല നിക്കാഹ് കഴിച്ചു നടന്ന്, അതും ഹറാമാണ്. അപ്പൊ ഇഹ്റാമിലാ അവനുള്ളത്. അപ്പൊ എന്ത് ചെയ്യണോ, അത് തഹല്ലുലായാലേ അവനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, അടന്നേ കല്യാണം കഴിക്കാൻ പറ്റൂ. മറ്റൊന്നാണ് എന്ത്, ഹറമിലുള്ള വേട്ടമൃഗങ്ങളൊക്കെ ആക്രമിക്കല്. അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. വേട്ടയാടുക അതുപോലെ ആ വേട്ടമൃഗത്തെ ആക്രമിക്കലൊക്കെ എന്താണ്, ഇഹ്റാം കൊണ്ട് നിഷിദ്ധമായ കാര്യമാണ്. ചുരുക്കി പറഞ്ഞാല് ഈ ഇഹ്റാം കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളിൽ നമ്മളോട് നിഷേധിച്ചിട്ടുള്ളത് നമുക്കൊരു ആനന്ദം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു അള്ളാഹിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യം പറഞ്ഞല്ലോ, പിന്നെ പിന്നെ മുടിക്ക് എണ്ണ തേക്കാൻ പാടില്ല എന്നൊക്കെ. അതൊക്കെ എന്താണ്, ചില ആൾക്കാർ നാട്ടിലൊക്കെ നല്ല അടിപൊളിയായിട്ട് മുടിക്കല്ല എണ്ണ തേച്ചിട്ട് ഫ്രീക്കന്മാരായിട്ട് നടക്കുന്നല്ലേ. ഇഹ്റാം കെട്ടി കഴിഞ്ഞാൽ അതൊന്നും വേണ്ട. അപ്പൊ ഒരു സുഖത്തോടുള്ള, ഇപ്പൊ വേട്ടയാടുക എന്നുള്ളത് ഒരു സുഖമുള്ള ഏർപ്പാടല്ലേ. ഇപ്പൊ രാജാവ് വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇറങ്ങല്ലേ, എന്തിന്, രാജാവിന് വേട്ടയാടേണ്ട ആവശ്യമുണ്ടോ? അതിന് എത്ര പോലെ പ്രജകളുണ്ടല്ലോ, അവരയച്ചാ പോരെ. അപ്പൊ ഈ വേട്ടയാടുക എന്നുള്ളൊരു സുഖമുള്ള ഏർപ്പാടാണ്. അതുകൊണ്ടാണ് എന്ത്, ഫുഖഹാക്കൾ അതിനെ വിലക്കിയത്. ഹജ്ജിന് പ്രവേശിച്ചാൽ എന്തില്ല, അത് പാടുള്ളതല്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം. നമ്മള് പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ഒരുപാട് പൈസക്ക് ഉണ്ടാക്കി 300-400 ആൾക്കാർ ഒരു ഫ്ലൈറ്റിലൂടെ ടിക്കറ്റും പാസ്പോർട്ടൊക്കെ എടുത്തുകൊണ്ട് ഹജ്ജ് ഉംറ ചെയ്യാൻ വേണ്ടി മക്കത്തേക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ കൂടെ ടിക്കറ്റും പാസ്പോർട്ടും ഒന്നും എടുക്കാതെ ഒരാൾ വരുന്നുണ്ട്. ആരത്? ശൈത്താൻ വരുന്നുണ്ടോ നമ്മളോട് കൂടെ? അപ്പൊ ആ ശൈത്താന്റെ കെണിവളയിൽ പെടാതിരിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്താക്കണം, നമ്മുടെ ജീവിതത്തിൽ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതോടുകൂടി ടോപ്പ് സൗണ്ട് വിഭാഗത്തിൻ്റെ